പൊതുമേഖലകൾ തകരുന്നു. തൊഴിലാളികളല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ സമരം നടത്തണം. രാജിവെക്കോ പുറത്തു പോകോ. ഞാൻ തടുക്കല് കാണില്ല. വ്യവസായങ്ങൾ പൂട്ടുന്നു. രാഷ്ട്രീയ മേഖല തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ജാതിപ്പേര് മതത്തിൻ പേര് ജനങ്ങളെയാകെ ഭിന്നിപ്പിക്കും. ഇന്ന് ഈ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുകയായി ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ ദേശീയ പണിമുടക്കിന് എതിരായി ഒരു സംഘടനയും ബിജെപിയുടെ ഭരണത്തിൽ പൊതുമേഖലയാകെ തകരുന്നു. വ്യവസായങ്ങൾ പൂട്ടുന്നു. കാർഷിക മേഖല തകരുന്നു. രാജ്യം ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കോ പുറത്തു പോകോ. രാജിവെക്കോ പുറത്തു പോകോ. ഇൻക്ലാബ് സിന്ദാബാദ്. കേൾപ്പിക്കാരായി മാറാതെ ഞങ്ങൾക്കായി മരിച്ചവരെ മതത്തിൻ പേര് ജാതിപ്പേര് മതത്തിൻ പേര് ജനങ്ങളെയാകെ ഭിന്നിപ്പിക്കും. ബിജെപി എന്നൊരു ഗവൺമെന്റ് നിങ്ങൾക്കെതിരായി ഉയരുന്നു. നിഷേധത്തിൻ സമരാഗ്നി. ഇൻക്ലാബ് സിന്ദാബാദ്. ജാതിപ്പേര് മതത്തിൻ പേര് തൊഴിലാളികളുടെ പോരാട്ടങ്ങൾ രാജ്യത്താകെ ഉയരുമ്പോൾ മതത്തിൻ പേര് ജനങ്ങളെയാകെ ഭിന്നിപ്പിക്കും. പൊതുമേഖലകൾ തകരുന്നു. വ്യവസായങ്ങൾ പൂട്ടുന്നു. കാർഷിക മേഖല തകരുന്നു. വ്യവസായങ്ങൾ പൂട്ടുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്. സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്.
തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് വ്യവസായങ്ങൾ പൂട്ടുന്നു വ്യവസായങ്ങൾ പൂട്ടുന്നു ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് ഞങ്ങളടത്തും പോരാട്ടത്തിൽ ഞങ്ങളടത്തും പോരാട്ടത്തിൽ നടത്തും പോരാട്ടത്തിൽ കാഴ്ചക്കാരായി മാറാതെ കാഴ്ചക്കാരായി മാറാതെ കാഴ്ചക്കാരായി മാറാതെ കാഴ്ചക്കാരായി മാറാതെ കേൾവിക്കാരായി മാറാതെ കേൾവിക്കാരായി മാറാതെ കേൾവിക്കാരായി മാറാതെ അംഗം ചേരുക പടയണി ചേരുക അംഗം ചേരുക പടയടി ചേരുക അംഗം ചേരുക പടയണി ചേരുക അംഗം ചേരുക പടയടി ചേരുക ഇൻക്ലാബ് സിന്ദാബാദ് ഒരു പുതിയ ഏടുകൂടി തുന്നിച്ചേർക്കപ്പെടുകയാണ്. 25 കോടി തൊഴിലാളികൾ വിവിധ യൂണിയനുകളുടെ പേരുകളിൽ ഫെഡറേഷനുകളുടെ പേരിൽ നിങ്ങൾ തൊഴിലാളികളല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ സമരം നടത്തണം. നിങ്ങൾ ഓട്ടോറിക്ഷക്കാരുടെ കൂടപ്പുറപ്പുകൾ ഓടാതിരിക്കും. നിങ്ങളുടെ കൂടെ ഒപ്പമുള്ള ഒരു തൊഴിലാളി അപ്പൊ നിങ്ങൾ മാത്രം ഓടുന്നത് ശരിയല്ല. അതാണ് ഞാൻ മാറി ബ്രേക്ക് കുടിച്ചപ്പെട്ടത്. RSS നയിക്കുന്ന BJP ഗവൺമെന്റ് 10 വർഷത്തിലേറെയായി തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് പുലർത്തിപ്പോരുന്നത്. ഇതിനെതിരെ തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ പല വിധത്തിലുള്ള പോരാട്ടങ്ങൾ പ്രവർത്തനമായാലും ഗ്യാസിന്റെ ആയാലും മറ്റു പല ഉൽപ്പന്നങ്ങളുടെ, അതുപോലെ തന്നെ നമുക്കറിയാം വിമാനത്താവളം ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ കുത്തക കമ്പനികൾ, സർക്കാരിൻ്റെ കമ്പനികൾ ഉൾപ്പെടെ മുതലാളിമാർക്ക് കൊടുത്തുകൊണ്ട് മുതലാളിമാരെ കൂടുതൽ മുതലാളിമാരാക്കുന്ന രീതിയിൽ ഉയർന്നുകൊള്ളുമ്പോൾ 30 കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക്, സാധാരണക്കാർക്ക് വാങ്ങി ഉപയോഗിക്കേണ്ട ഗ്യാസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു വേതനം നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. അതിൽ സമസ്ത മേഖലയിലുമുള്ള ആളുകൾ ഈ ദേശീയ പണിമുടക്കുമായി ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തുകയാണ്. നമുക്കറിയാം, സാധാരണ പണിമുടക്ക് നിലവിലുള്ള ഏതെങ്കിലും ഒരു സർവീസ് സംഘടനയ്ക്ക് അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടോ അവരുടെ DA വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമല്ല. ഇന്ത്യയിലെ ഒരു തൊഴിൽ നിയമമുണ്ട്. ആ തൊഴിൽ നിയമം പണ്ട് രൂപീകരിച്ചത് ഒരു തൊഴിലാളിയുടെ ക്ഷീണം സംബന്ധിച്ച പഠനം, ഒരു തൊഴിലാളിയുടെ ചലനം സംബന്ധിച്ച പഠനം,
ഒരു തൊഴിലാളിയുടെ ജീവിതം വിലനിലവാര സൂചികയെ സംബന്ധിച്ച പഠനം നടത്തിക്കൊണ്ട് അവർക്കൊരു വേതന വ്യവസ്ഥ വ്യക്തമായ കാരണമുണ്ട്. ഇന്ത്യ ഒരു സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആ സമയത്ത് ഇവരുടെ നേതാക്കൾ ചെയ്തത് ഷൂ നക്കി കൊടുക്കുക, മാപ്പ് എഴുതി കൊടുക്കുക, അങ്ങനെയുള്ള പ്രവർത്തികളാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഈ നാട്ടിലുള്ള തൊഴിലാളികൾ മുഴുവൻ ഒരു ദിവസം താൻ ചെയ്യുന്ന തൊഴിലിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഒരു തരത്തിലുള്ള വലിയ തരത്തിലുള്ള തെറ്റായിട്ട് തോന്നുന്നതിൽ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. ലക്ഷക്കണക്കിന് തൊഴിൽദാതാക്കളായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയും അതേപോലെ തന്നെ പോസ്റ്റൽ സർവീസും നിരവധിയായിട്ടുള്ള തൊഴിൽ മേഖലകളും സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്കാണ് ഇന്ന് തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത്